ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ഏത്തവാഴ കൃഷി നടത്തിയ കർഷകർ വലിയ ദുരിതത്തിലാണ്. ഏറ്റവും കുറഞ്ഞ വിലയിലേക്ക് ഏത്തവാഴക്കുലയുടെ വില താഴ്ന്നതാണ് കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ വിളയിപ്പിച്ച വാഴക്കുലകൾ എന്ത് ചെയ്യണം എന്നറിയാതെ വലയുകയാണ് നിരവധി കർഷകർ. റിപ്പോർട്ടിലേക്ക്. ഓണം വിപണി അടക്കം ലക്ഷ്യമിട്ട് പ്രതീക്ഷയോടെ ഏത്തവാഴ കൃഷി നടത്തിയ കർഷകരാണ് ദുരിതത്തിലായിരിക്കുന്നത്. മതിയായ വില ലഭിക്കാതെ വന്നതോടെ വാഴക്കുലകൾ പലയിടത്തും കിടന്ന് നശിക്കുകയാണ്. ആഘോഷവേളകളിൽ ഉപയോഗം വർദ്ധിക്കുമെന്ന് കരുതിയെങ്കിലും ക്രിസ്മസ് എത്തിയിട്ട് പോലും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ഇതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുകയാണ് കർഷകർ. നമ്മൾ സാമ്പത്തികമായിട്ട് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ 5 മാസം കൊലയ്ക്കുന്ന ഇവിടെ മഞ്ചേരി കുള്ളന്റെ വാഴവിത്താന്ന് ഇവിടെ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ ഇവരെ ഇറക്കി തന്നതാണ്. അപ്പോൾ ഞാനൊരു 5000 വാഴവിത്തോളം എത്തുന്നുണ്ട്. 3000 വാഴ ഞാൻ വെച്ചിട്ടുണ്ട്. ബാക്കി ഒരു 10-3000 വിത്ത് വേറെ ഉള്ളവർക്ക് കേൾപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ 5 വളത്തിന് വെട്ടേണ്ട കൊല ഇപ്പോൾ 8 മാസമായിട്ടും 8 മാസം കഴിയുമ്പോഴാണ് ഇത് വാഴ നേന്ത്രം കൊലയ്ക്കുന്നത്. ചെലവ് നമ്മൾ 2-3 വള എക്സ്ട്രാ ഇടേണ്ടി വന്നു. പിന്നെ ഒരു വർഷം നമ്മളൊരു അരകൃഷി നമുക്ക് പോവുകയും ചെയ്തു, നഷ്ടത്തിലോട്ട് വന്നു. കൃഷി വകുപ്പിൽ നിന്നും ലഭിച്ച വിത്തുകളുടെ കാര്യത്തിലും ഇത്തവണ തിരിച്ചടി ഉണ്ടായി. ഇതോടെ 12 മാസം വരെ വളം ചെയ്യേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. വൻതോതിൽ വില വർദ്ധിക്കുമ്പോഴും ആവശ്യമായ വില കർഷകർക്ക് ലഭിക്കുന്നില്ലെന്നാണ് പരാതി. വാഴക്കൊലയൊന്നും കൃത്യമായിട്ട് ഇവിടുന്ന് കയറി പോകുന്നില്ല. കച്ചവടക്കാർ എടുക്കുന്നില്ല. വില വളരെ കുറവാണ്. ഏകദേശം 300 രൂപ നമുക്ക് മുതൽ മുടക്ക് വരുന്നുണ്ട് ഒരു വാഴയ്ക്ക്. ഇത് സർക്കാരിന്റെ ഇടപെടൽ വളരെ നല്ല രീതിയിൽ നടക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. എന്ന് വെച്ചാൽ സർക്കാർ പേപ്പറിൽ കൂടെയും മാധ്യമങ്ങളിൽ കൂടെയും കർഷകർക്ക് വേണ്ടി ധാരാളം പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നടപ്പാകുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള ഏത്തക്ക കാര്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സാധനത്തിന് പൊതുവെ ഡിമാൻഡ് കുറയുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും മറ്റും വില കുറഞ്ഞ കുലകൾ വിപണിയിലെത്തുന്നതാണ് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയത്. കുലകൾ സംഭരിക്കാനും വിപണി കണ്ടെത്താനും ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകാത്തതും പ്രശ്നം രൂക്ഷമാക്കുന്നു. അതുകൊണ്ട് തന്നെ ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് കർഷകർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. കർഷകർക്ക് എല്ലാ പിന്തുണയും സർക്കാർ നൽകുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ താഴെത്തട്ടിൽ ഉയർന്നു വരുന്നത്. ഇതിന് ശാശ്വത പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ് താനും. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.